എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് സംസാരിക്കുന്നത് കോമ്പറ്റീഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയമാണ്. നമ്മളെ മക്കൾ ഇതുപോലുള്ള മത്സരങ്ങളിൽ പങ്കെടുക്കാറുണ്ട്. പല മീഡിയങ്ങളായിരിക്കും അവർ പേര് കൊടുത്തിട്ടുണ്ടാവുക. ചില കുട്ടികൾ വാട്ടർ കളറായിരിക്കാം, ചില കുട്ടികൾ പെൻസിൽ ഡ്രോയിങ് ആയിരിക്കാം, ഡിജിറ്റൽ പെയിൻറ്റിങ് ആയിരിക്കാം, അല്ലേ? അതുപോലെ മറ്റുള്ള പല ആർട്സ് പരമായിട്ടുള്ള മത്സരങ്ങളിലും പങ്കെടുക്കാറുണ്ട്. നമ്മൾ ഏത് മത്സരത്തിൽ പങ്കെടുക്കുകയാണെങ്കിലും നമ്മളെ മക്കൾ പങ്കെടുക്കുന്നത് ആ മത്സരത്തിൽ വിജയിക്കാൻ വേണ്ടിയാണല്ലോ. അപ്പോൾ നമ്മൾ തുടക്കം ശ്രദ്ധിക്കേണ്ടതായിട്ടൊരു കാര്യം, നമ്മളെ മക്കൾ വരയ്ക്കുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് അറിയുന്നത് കൊണ്ടാണല്ലോ നിങ്ങൾ മത്സരത്തിന് പങ്കെടുപ്പിക്കാൻ ശ്രമിക്കുന്നത്. അത്തരം സന്ദർഭങ്ങളിൽ നമ്മുടെ മക്കൾ ഒരു ഡ്രോയിങ് കോഴ്സ് എടുക്കുന്നത് വളരെ നന്നായിരിക്കും. കാരണം സാധാരണ രീതിയിൽ മക്കൾ വരയ്ക്കുന്ന, അല്ലെങ്കിൽ നമ്മളെ വീട്ടിലൊക്കെ ഇരുന്ന് വരയ്ക്കുന്ന നമ്മളെ ബന്ധുക്കളും നമ്മളൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന രീതി, അല്ലെങ്കിൽ ഒരു കോപ്പിറൈറ്റ് നോക്കിയിട്ട് അതുപോലെ ചെയ്യുക, ഇത്തരം കാര്യങ്ങളൊക്കെ ആവും അധികം മക്കൾ ചെയ്തിട്ടുണ്ടായിരിക്കുക. ചില മക്കൾ ക്രിയേറ്റീവായി ചെയ്യാറുണ്ട്. എന്നിരുന്നാലും ബേസിക്കലി അതിൻ്റെ കൃത്യമായിട്ടുള്ള മാനദണ്ഡങ്ങളൊന്നും അവർക്കറിയില്ല. അപ്പോൾ പലപ്പോഴും കോമ്പറ്റീഷൻ ഹാളിൽ ചെല്ലുന്ന സമയത്ത് മറ്റുള്ള കുട്ടികളൊക്കെ വർക്ക് ചെയ്യാറുണ്ട്. അതുപോലെ നമ്മളെ മക്കളും വർക്ക് ചെയ്യും. നമ്മൾക്കും നമ്മുടെ സ്കൂളിനും നല്ല പ്രതീക്ഷ ഉണ്ടായിരിക്കാം ആ മക്കൾ കോമ്പറ്റീഷനിൽ പങ്കെടുത്ത് വിജയിക്കുമെന്നുള്ളത്. സാധാരണഗതിയിൽ നമ്മൾ സ്കൂൾ തലങ്ങളിലെ മത്സരങ്ങളിൽ പങ്കെടുക്കുന്ന സമയത്ത് അതിനെ കൃത്യമായി നോക്കി വർക്കിൻ്റെ ഫിനിഷിങ് നോക്കി മാർക്കിട്ട് പോകുന്നൊരു പ്രവണതയാണ് കണ്ടിട്ടുള്ളത്. എന്നാൽ ഒരു ടൈറ്റ് കോമ്പറ്റീഷൻ വരുന്ന സമയത്ത് അവിടെ കൃത്യമായിട്ടുള്ള ജഡ്ജ്മെൻറ്റ് പാനലുണ്ടായിരിക്കും. അവിടെ നിങ്ങൾ ഈ പഠിച്ചു പോയ കാര്യം വെച്ച് ചെന്ന് കഴിഞ്ഞാൽ ഒരു കാര്യമില്ല. അവിടെ ബേസിക്കലി കൃത്യമായുള്ള രീതിയിൽ അതിന് കൊടുത്തുള്ള വിഷയം, ആ വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ടുള്ള വരയ്ക്കുന്ന കാര്യങ്ങൾക്കെല്ലാം കൃത്യമായിട്ടുള്ള മാനദണ്ഡങ്ങളുണ്ടായിരിക്കും. വെറുതെ ഒരു ചുമ്മാ ചിത്രങ്ങളുടെ മാർക്കിടുന്ന ഒരു രീതിയല്ല നമ്മളെ സാധാരണ രീതിയിൽ ഇത്തരം ടൈറ്റ് കോമ്പറ്റീഷനകത്ത് വരുന്നത്. ഓരോ കുട്ടികൾക്കും കൊടുക്കുന്ന മാർക്കുകൾ, ഇന്ന വിഷയത്തിന് ഇത്ര മാർക്ക്, അതിനുപയോഗിച്ച് മീഡിയത്തിന് ഇത്ര മാർക്ക്, ഇങ്ങനെയുള്ള കൃത്യമായ മാനദണ്ഡങ്ങളുണ്ട്. അത് പ്രകാരമായിരിക്കും ആ ജഡ്ജ് അല്ലെങ്കിൽ ആ ജഡ്ജ്മെൻറ്റ് പാനൽ അവർ മാർക്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നത്. പലപ്പോഴും നിങ്ങൾക്ക് ഒരു പരീക്ഷ ഹാളിൽ ചെന്ന് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കോമ്പറ്റീഷൻ ഹാളിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ കാണുന്ന സമയത്ത് ഒരുപാട് കുട്ടികൾ വരച്ചിട്ടുണ്ടായിരിക്കാം, നല്ല നല്ല ഭംഗിയുള്ള ചിത്രങ്ങൾ വരച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷേ നമ്മളെ കുട്ടിയും നല്ല രീതിയിൽ വരച്ചിട്ടുണ്ടായിരിക്കാം. അവിടെ നിങ്ങൾ പലപ്പോഴും ഫസ്റ്റ് കിട്ടും എന്നുള്ള ചിത്രം ആ ജഡ്ജസിൻ്റെ കണ്ണിലൂടെ നോക്കുന്ന സമയത്ത് അത് സെക്കൻഡോ തേർഡോ ആയി മാറിയിട്ടുണ്ടായിരിക്കാം. അത്തരം സന്ദർഭങ്ങളിൽ നിങ്ങൾക്ക് മാനസികമായി തോന്നുന്നൊരു കാര്യം, ആ ജഡ്ജ് അല്ലെങ്കിൽ ജഡ്ജസ് ഏത് രീതിയിലാണ് മാർക്കിട്ടത് എന്നുള്ളതാണ്. ആ ജഡ്ജസിന് കൃത്യമായിട്ടുള്ള കാൽക്കുലേഷൻ ഉണ്ട്, അവർക്ക് കൃത്യമായിട്ടുള്ള മാർഗനിർദ്ദേശമുണ്ട്, ഇന്ന രീതിയിൽ മാർക്ക് കൊടുക്കാവൂ എന്നുള്ളത്. അപ്പോൾ ഈ ഫസ്റ്റും സെക്കൻഡും കിട്ടുന്ന കുട്ടികൾ ചെറിയ ചെറിയ വിഷയങ്ങൾ കൊണ്ടായിരിക്കാം ചിലപ്പോൾ ആ ഫസ്റ്റിലുള്ള കുട്ടി ഒരുപക്ഷെ സെക്കൻഡിലേക്ക് മാറിയിട്ടുണ്ടാവാം. അത് കൃത്യമായി ക്ലാസ് കിട്ടാത്തത് കൊണ്ടും ഇത്തരം കോമ്പറ്റീഷനകത്ത് വരുന്ന റൂൾസ് അറിയാത്തത് കൊണ്ടും സംഭവിക്കുന്ന കാര്യമാണ്. അതിൽ നമ്മൾ നിരുത്സാഹപ്പെട്ടിട്ട് ഒരു കാര്യമില്ല. പലപ്പോഴും പല ആളുകളും നമ്മളെ സമീപിക്കാറുള്ളത് കോമ്പറ്റീഷൻ വരുന്ന ഒരാഴ്ചയ്ക്ക് മുൻപേ മാത്രം സ്പെഷ്യൽ കോച്ചിങ് വേണം എന്ന് പറഞ്ഞിട്ടാണ്. അത്തരം കുട്ടികൾക്ക് നമ്മൾ കോച്ചിങ് കൊടുക്കുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാലും ലിമിറ്റേഷൻ ഉണ്ടായിരിക്കും. റെഗുലറായിട്ട് നമ്മൾ ക്ലാസ് അറ്റൻഡ് ചെയ്ത് പോകുന്ന കുട്ടികൾക്ക് കിട്ടുന്ന ആ ഒരു കോച്ചിങ് മുഴുവനായിട്ടും
7 ദിവസത്തിനുള്ളിൽ എങ്ങനെ കൊടുക്കാൻ കഴിയും? നിങ്ങൾക്ക് തന്നെ ചിന്തിച്ചറിയാവുന്ന കാര്യമല്ലേ. ലിമിറ്റേഷൻ ഉണ്ടാവും. അപ്പോൾ നിങ്ങളെ മക്കൾ കോമ്പറ്റീഷനിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ എവിടെയാണെങ്കിലും നല്ലൊരു ക്ലാസ് അവർക്ക് കൊടുക്കാൻ ശ്രമിക്കുക. ഈ സ്കൂൾ തലങ്ങളിൽ അവർ പങ്കെടുക്കുമ്പോഴും അല്ലാത്ത പൊതുവായിട്ടുള്ള മത്സരങ്ങളിൽ പങ്കെടുക്കുമ്പോഴും കൃത്യമായിട്ടുള്ളൊരു ക്ലാസ് അവർക്കുണ്ടെങ്കിൽ നല്ല രീതിയിൽ അവർക്ക് പെർഫോം ചെയ്യാൻ കഴിയും. പലപ്പോഴും പല കുട്ടികൾക്ക് സംഭവിക്കുന്ന കാര്യം, അവർ കോമ്പറ്റീഷനകത്ത് ചെല്ലുന്ന സമയത്ത് ടൈം ബാർ കീപ്പ് ചെയ്യില്ല. കൃത്യമായിട്ട് അവിടെ നിങ്ങൾക്ക് അനൗൺസ് ചെയ്തിട്ടുണ്ടായിരിക്കും ഇത്ര ടൈമിൻ്റെ ഉള്ളിൽ കോമ്പറ്റീഷൻ കഴിയണം എന്നുള്ളത്. പലപ്പോഴും കുട്ടികൾ ചെയ്യാറില്ല. അവർക്ക് അതിനുള്ള ട്രെയിനിങ് ഇല്ല. അതുകൊണ്ടാണത്. അവർ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഈ കോമ്പറ്റീഷൻ വരുന്ന സമയങ്ങളിൽ തലേദിവസം മാത്രമാണ് അവർ അതിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നത്. അത്തരം സന്ദർഭങ്ങൾ തയ്യാറെടുക്കുന്ന സമയത്തോ കൃത്യമായിട്ടുള്ള ക്ലാസ് കിട്ടാത്തത് കൊണ്ടും സംഭവിക്കുന്നൊരു കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, അവർ ഒരു വാട്ടർ കളറിൽ പങ്കെടുക്കുന്ന കുട്ടിയാണെങ്കിൽ ആ വാട്ടർ കളറിന് വേണ്ട മെറ്റീരിയൽസോ കാര്യങ്ങളോ അവർക്ക് വേണ്ട രീതിയിൽ കൊണ്ടുപോകാനോ അതല്ലെങ്കിൽ അതോ ചിലപ്പോൾ മറന്നു വയ്ക്കുന്ന അവസ്ഥകൾ, നമ്മൾ ഉദ്ദേശിച്ച രീതിയിലുള്ള ബ്രഷുകൾ കയ്യിൽ ഉണ്ടാവാതിരിക്കൽ, അങ്ങനെ പല വിഷയങ്ങളും അവിടെ സംഭവിക്കുന്നുണ്ട്. പിന്നെ ഇത്തരം കോമ്പറ്റീഷനകത്ത് പങ്കെടുക്കുമ്പോൾ നമ്മൾ ഹാളിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് ആ മക്കൾക്ക് ഇത്തരം ഒരുപാട് കുട്ടികളെ കാണുമ്പോഴുണ്ടാകുന്ന ചില കൺഫ്യൂഷൻസ് അവിടെ വരുന്നുണ്ട്. അതൊക്കെ കൃത്യമായിട്ടുള്ള നല്ലൊരു ക്ലാസ് നിങ്ങൾക്ക് ഡ്രോയിങ് ക്ലാസ് കിട്ടുന്ന സന്ദർഭങ്ങളിൽ ആ ക്ലാസ് എടുക്കുന്ന ആൾ കൃത്യമായിട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ അതിൻ്റെ പോരായ്മ കൊണ്ടാണ് നിങ്ങളെ മക്കൾ പലപ്പോഴും പല മത്സരങ്ങളും പുറകിലേക്കായി പോകുന്നത്. നിങ്ങൾ ഒരു പെൻസിൽ ഡ്രോയിങ് കോമ്പറ്റീഷനാണ് പങ്കെടുക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിനകത്ത് ഉപയോഗിക്കുന്ന പെൻസിലുകൾ ഏതൊക്കെ പെൻസിൽ ഉപയോഗിക്കണം, അത് ഏതെല്ലാം രീതിയിൽ ഉപയോഗിക്കണം എന്നുള്ളത് പലപ്പോഴും സാധാരണ മക്കൾക്ക് അറിയില്ല. പലപ്പോഴും യൂട്യൂബ് കണ്ടിട്ടോ അത് മറ്റുള്ളത് കണ്ടിട്ടോ ഒക്കെ ആയിരിക്കും മക്കൾ യൂസ് ചെയ്യാറുള്ളത്. പക്ഷെ അതല്ലാണ്ട് കൃത്യമായിട്ടുള്ളൊരു ക്ലാസ്സിൽ നിന്ന് കിട്ടുമ്പോൾ അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ടിപ്സുകളായിട്ട് കിട്ടും. വാട്ടർ കളറിൻ്റെ കാര്യത്തിൽ ഇതന്നെ ഞാൻ പറയുന്നത്. വാട്ടർ കളറിൻ്റെ കാര്യത്തിൽ നമ്മൾ സാധാരണ വീട്ടിൽ ചെയ്ത് പഠിക്കുന്നത് പലപ്പോഴും GSM കുറഞ്ഞ പേപ്പറൊക്കെ ആയിരിക്കാം, അല്ലെങ്കിൽ അതിന് വേണ്ട രീതിയിലുള്ള മെറ്റീരിയൽസ് യൂസ് ചെയ്യാണ്ടായിരിക്കാം, ഡിസിപ്ലിൻ ഇല്ലാണ്ടായിരിക്കും വരച്ച് പഠിക്കുന്നത്. ആവശ്യമില്ലാണ്ട് കുറേ പെയിൻറ്റ് യൂസ് ചെയ്ത് നമ്മൾ ചിലവാക്കും. അത് കൃത്യമായ രീതിയിലുള്ള ക്ലാസ്സിലൂടെയാണെന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് പെയിൻറ്റ് നല്ല ഭംഗിയിൽ ഒരു ഡിസിപ്ലിനോട് കൂടിയിട്ട് ആ വർക്ക് നിങ്ങൾക്ക് ഫിനിഷ് ചെയ്യാനും കഴിയും. പലപ്പോഴും പല സ്കൂളുകളും ചെയ്യുന്നൊരു കാര്യം എടുത്തു പറയേണ്ടതാണ്. അതുകൊണ്ടാണ് ഞാനിവിടെ പറയുന്നത്. ഈ സ്കൂളിൽ തന്നെ സാധാരണ സ്കൂളിൽ തന്നെ കോമ്പറ്റീഷൻ ഹാളിലേക്ക് നമ്മൾ പറഞ്ഞതൊരു പ്രൊഫഷണൽ എന്ന് വെച്ചാൽ കുറച്ച് ഡെവലപ്പായിട്ടുള്ള കോമ്പറ്റീഷനൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവിടെ അതിന് കൃത്യമായിട്ടുള്ള ജഡ്ജസ് ഉണ്ടായിരിക്കും. അവർക്കറിയാം ഒരു ഡ്രോയിങ്ങിന് പങ്കെടുക്കുമ്പോൾ മക്കൾക്ക് എന്തെല്ലാം രീതിയിലുള്ള മെറ്റീരിയൽസ് വേണം, എങ്ങനെയാണ് അത് നമ്മൾ ഒരു കോമ്പറ്റീഷനിലേക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ അവർക്കറിയാം. സാധാരണ സ്കൂൾ തലങ്ങളിൽ പല സ്കൂളിലും നമ്മളെ ഇവിടെ പഠിക്കുന്ന സ്റ്റുഡൻസ് അടക്കം അവർക്കെല്ലാം അറിയാം. ഏതൊരു മീഡിയത്തിൽ അവർ വർക്ക് ചെയ്യുകയാണെങ്കിലും ആ മീഡിയം കൃത്യമായിട്ടുള്ള മാനദണ്ഡത്തോട് കൂടിയിട്ട് വേണം അവരെ മത്സരത്തിൽ പങ്കെടുപ്പിക്കാൻ ആ സ്കൂളുകൾ ശ്രമിക്കേണ്ടത്. ഇനി അവർ ഒരു സ്കൂളിൽ നടത്തി അവിടുന്ന് വിജയിച്ചിട്ടാണ് മറ്റൊരു സ്കൂളിലേക്ക് കൊണ്ടുപോകുന്നത്. ആദ്യം നടത്തുന്ന സ്കൂളിനകത്ത് ഇപ്പോൾ വാട്ടർ കളർ വർക്ക് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വാട്ടർ കളർ ഉപയോഗിക്കുന്ന കുട്ടികൾ അവർക്ക് കൃത്യമായിട്ടുള്ള ടീച്ചേഴ്സ് സ്കൂളിലെ ടീച്ചേഴ്സ് ഡ്രോയിങ് മാസ്റ്റർ ഉണ്ടായിരിക്കാം, ഇതുണ്ടായിരിക്കാം, അതിനുള്ള സംവിധാനം ഉണ്ടായിരിക്കാം. അവർ കൃത്യമായിട്ടുള്ളൊരു കോമ്പറ്റീഷന് പങ്കെടുക്കേണ്ട രീതികളെല്ലാം കൃത്യമായിട്ടൊരു ക്ലാസ് അവർക്ക് കൊടുക്കേണ്ടതാണ്. അത് പലപ്പോഴും പല സ്കൂളിൽ നടക്കുന്നില്ല. സ്കൂൾ തലങ്ങളിൽ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന വാട്ടർ കളർ ഉപയോഗിക്കുന്ന പേപ്പറുകൾ വളരെ കുറഞ്ഞ നിലവാരം പുലർത്തുന്നതാണ് പലപ്പോഴും കണ്ടുവന്നിട്ടുള്ളത്. സാധാരണ നമ്മൾ A4 പേപ്പർ ഉണ്ടല്ലോ, സാധാ A4 പേപ്പർ, അതിനകത്ത് വാട്ടർ കളർ ചെയ്യിക്കുന്ന പല സ്കൂളുകളും നമുക്കറിയാം. ഓയിൽ പെയിൻ്റ് അടക്കം സാധാ A4 പേപ്പറിൽ ചെയ്താൽ മതി എന്നുള്ള സ്കൂളുകളും ഉണ്ട്. എനിക്ക് പറയാനുള്ളത് അത് അവരുടെ അറിവില്ലായ്മ കൊണ്ടാണ് അവർ ചെയ്യുന്നത്.
നിങ്ങളുടെ സ്കൂളിന് പേര് കിട്ടണമെങ്കിൽ, അല്ലെങ്കിൽ ആ സ്കൂളിലെ കുട്ടി നല്ല രീതിയിൽ വർക്ക് ചെയ്യണമെങ്കിൽ, നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ അറിയാവുന്നൊരു ഡ്രോയിങ് മാഷടുത്ത് ചോദിക്കുക. ഇന്ന കോമ്പറ്റീഷൻ ഞങ്ങൾ നടത്തുന്നുണ്ട്, ആ കോമ്പറ്റീഷനകത്ത് നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, കുട്ടികൾക്ക് നമ്മൾ പേപ്പർ കൊടുക്കുമ്പോൾ ഏത് പേപ്പർ കൊടുക്കണം, അവർക്ക് എന്തൊക്കെ നിർദ്ദേശങ്ങൾ കൊടുക്കണം, നിങ്ങൾ അവരുടെ അടുത്ത് എഴുതി വാങ്ങിക്കുമോ, എന്നിട്ട് നിങ്ങൾ പ്രോഗ്രാം നടത്തുമോ? അല്ലാതെ ഈ ഒരു അറിവും ഇല്ലാത്ത മക്കൾക്ക് ഇത്തരം പേപ്പറുകൾ കൊടുത്തുകൊണ്ട് അവർ വർക്കിനെ വളരെയധികം മോശമായ രീതിയിൽ ചിത്രീകരിക്കുന്ന പല സ്കൂളുകളുണ്ട്. അതിൽ ഒരു സ്കൂളിന് പേരെടുത്ത് പറയുന്നില്ല. നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങളുടെ മക്കൾ നാളത്തെ ആ മക്കളിലൂടെ ആയിരിക്കും ചിലപ്പോൾ ആ സ്കൂൾ അറിയപ്പെടുന്നത്, കൂടുതൽ ജനങ്ങളിലേക്ക് എത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് വേണ്ട കാര്യങ്ങൾ, പേപ്പർ, ഒരു ഡ്രോയിങ് കോമ്പറ്റീഷൻ പങ്കെടുക്കുന്ന കാര്യം നല്ലൊരു ഡ്രോയിങ് അധ്യാപകനായിട്ട് സംസാരിച്ച് ഡിസ്കസ് ചെയ്തതിന് ശേഷം അതിന് കൃത്യമായി ചാർട്ട് തയ്യാറാക്കിക്കൊണ്ട് നിങ്ങൾ കോമ്പറ്റീഷൻ നടത്തുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോസുമായി വീണ്ടും കാണാം. ഓക്കെ.